നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനം ഒറ്റക്കെട്ടായി വയനാട് അതിജീവനത്തിനായി പോരാടുകയാണ്. അതിനിടെ സംസ്ഥാന ക്യാബിനറ്റ് യോഗം ഇന്ന് രാവിലെ 9:30 ഓൺലൈനായി ചേരും. വയനാട്ടിൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നവരെ ആദ്യം വാടക വീടുകളിലേക്ക് മാറ്റാനാണ് നിലവിലെ തീരുമാനം. ദുരന്തത്തിനിരയായവർക്കുള്ള സ്ഥിരമായ പുനരധിവാസ പദ്ധതി പരിഗണനയിലാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും ബൃഹത്തായ പുനരധിവാസ പദ്ധതിയാണ് ആലോചനയിലുള്ളതെന്നാണ് വിവരം. ടൗൺഷിപ്പ് തന്നെ നിർമ്മിച്ച് ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമം. ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ക്യാബിനറ്റ് യോഗം ചർച്ച ചെയ്യും. അതേസമയം വയനാട് ദുരന്തത്തിന്റെ 9ാം ദിവസവും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരും. ഇന്ന് വിവിധ വകുപ്പുകളുടെ മേധാവിമാർ ചേർന്നാണ് പരിശോധന നടത്തുക. നേരത്തെ പരിശോധന നടത്തിയ ഇടങ്ങളിൽ വീണ്ടും വിശദമായ പരിശോധന നടത്തും. സൺറൈസ് വാലിയിൽ പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഇന്നും ഉണ്ടാകും. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ പ്രത്യേക സംഘം ഇന്നലെ 4 കിലോമീറ്റർ ദൂരം പരിശോധന നടത്തിയിരുന്നു. ഇന്ന് 6 കിലോമീറ്റർ ദൂരം പരിശോധന നടത്താനാണ് ആലോചന. അതേസമയം തിരിച്ചറിയാത്ത 218 മൃതദേഹം ഇതുവരെ സംസ്കരിച്ചു. പുത്തുമലയിലെ ഈ ശ്മശാന ഭൂമി പ്രത്യേക വേലി കെട്ടിത്തിരിച്ച് സ്ഥിരം ശ്മശാന ഭൂമിയാക്കും. 152 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നഷ്ടപ്പെട്ട റേഷൻ കാർഡുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ രക്തസാമ്പിളുകൾ DNA പരിശോധനയുടെ ഭാഗമായി ശേഖരിക്കും. ദുരിതബാധിതർക്കുള്ള താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാൻ നടപടികളുമായി ജില്ലാ ഭരണകൂടം. സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നവരെ കൂടുതൽ മികച്ച സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനാണ് ശ്രമം. ടൗൺഷിപ്പ് ഉയരുന്നതുവരെ ഈ കെട്ടിടങ്ങളാണ് താൽക്കാലിക പുനരധിവാസം. ഇതിനായി കെട്ടിടങ്ങൾ കണ്ടെത്താൻ നടപടി തുടങ്ങിയതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങൾ, വീടുകൾ, റിസോർട്ടുകൾ എന്നിവ ഒരാഴ്ചയ്ക്കകം കണ്ടെത്താനാണ് തീരുമാനം. കാണാതായവരുടെ വിവരശേഖരണം ഊർജിതമായി നടക്കുകയാണ്. റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആശാ വർക്കർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സേവനവും ഉപയോഗപ്പെടുത്തും. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. മന്ത്രി AK ശശീന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു. ഉരുൾപൊട്ടലിൽ ദുരിതം നേരിടുന്നവരെ താമസിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. കൽപ്പറ്റയിൽ 15, പടിഞ്ഞാറത്തറയിൽ 6, ബത്തേരിയിൽ 2, കാരാപ്പുഴയിൽ 4 എന്നിങ്ങനെയാണ് അനുവദിക്കുക. ദുരന്തമുണ്ടായ മേഖലയിൽ വാസയോഗ്യമായ എത്ര കെട്ടിടങ്ങൾ ബാക്കിയുണ്ട് എന്നറിയാൻ ദുരന്ത നിവാരണ വകുപ്പ് ഇന്നു മുതൽ പരിശോധന നടത്തും. കോട്ടപ്പടി, വെള്ളാർമല, തൃക്കൈപ്പറ്റ വില്ലേജുകളെയാണ് ദുരന്തബാധിതമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 സംഘങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് അംഗം, ജിയോളജിസ്റ്റ്, സിവിൽ എഞ്ചിനീയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, തഹസിൽദാരുടെ പ്രതിനിധി എന്നിവരാണ് സംഘത്തിലുണ്ടാവുക. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറും. വെള്ളാർമല സ്കൂളിലെ 552 കുട്ടികൾക്കും മുണ്ടക്കൈ GLP സ്കൂളിലെ 62 കുട്ടികൾക്കും തുടർ പഠനത്തിനായി മേപ്പാടി HSS, മേപ്പാടി GLPSനോട് ചേർന്ന APJ ഹാൾ എന്നിവയിൽ സൗകര്യമൊരുക്കും. 20 ദിവസത്തിനകം ക്ലാസുകൾ വീണ്ടും തുടങ്ങും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.